യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ കുളിരു പൊഴിയുമിരവിലായി നെറുമൊരു പുല്ലിൻ വിരിയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ജാതനായൊരെൻ യേശുവേ. ബഥാനിയ എന്ന ഗ്രാമത്തിൽ യേശുവിന്റെ പ്രിയ സുഹൃത്തുക്കളായ മാർത്തയും മറിയവും ലാസറും താമസിച്ചിരുന്നു. അവരുടെ വീട് സ്നേഹത്തിന്റെയും ആതിഥ്യത്തിന്റെയും കേന്ദ്രമായിരുന്നു. യേശുവും ശിഷ്യന്മാരും പലപ്പോഴും അവിടെ വിശ്രമിക്കുമായിരുന്നു. സ്വാഗതം യേശുവേ, ഞങ്ങളുടെ വീട്ടിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. യേശുവേ, അമ്മയുടെ വചനങ്ങൾ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ദൈവവചനം കേൾക്കുന്ന ഹൃദയം എപ്പോഴും അനുഗ്രഹിക്കപ്പെടും. കർത്താവെ, ഞാൻ ഒറ്റക്കാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. മറിയം എന്നെ സഹായിക്കുന്നില്ല. അവളോട് സഹായിക്കാൻ പറയാമോ? മാർത്തേ, മാർത്തേ, നീ സ്നേഹത്തോടെ സേവിക്കുന്നു. അത് നല്ലതാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്കും ദൈവവചനം കേൾക്കുന്നതിനും സമയം കണ്ടെത്തണം. ശരി ഈശോയെ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഈശോയെ, ഞങ്ങൾ നല്ല കുട്ടികളാകാൻ എന്ത് ചെയ്യണം? കുട്ടികളെ, നിങ്ങൾ മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കണം. നന്നായി പഠിക്കണം. നന്ദി ഈശോയെ. വിശുദ്ധ മാർത്തായെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹിക്കാം, സേവിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ മാർത്തേ, പുണ്യദായേ, സ്നേഹത്തിൻ ദിവ്യദീപമേ, ലോകനാഥൻ വിരുന്നൊരുക്കി സേവന പാതയിൽ ജീവിച്ചവളെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.